Dear students, our next topic is properties of materials. And the materials in the properties in the canon. Have you ever wondered why a tumbler is not made with a piece of cloth? Recall our experiments with the pieces of cloths in chapter 3 and also keep in mind that we generally use a tumbler to keep a liquid. Therefore, would it not be silly if we were to make a tumbler out of cloth? What we need for a tumbler is glass, plastic, metal or other such material that will hold water. Similarly, it would not be wise to use paper materials for cooking vessels. എന്താണ് ഇപ്പം നിങ്ങൾ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ? അതായത് നമ്മുടെ ലിക്വിഡ്, നമ്മുടെ വെള്ളം പോലെയുള്ള സാധനങ്ങൾ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യില്ല, ഒരിക്കലും തുണി യൂസ് ചെയ്യാറില്ല. നമ്മൾ ടംബ്ലേഴ്സ്, ഗ്ലാസ് ടംബ്ലേഴ്സാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ ചാപ്റ്റർ 3 ക്ലോത്ത് യൂസ് ചെയ്ത് ഒത്തിരി എക്സ്പെരിമെൻറ്റ്സ് ചെയ്തു. അതൊന്ന് റീകോൾ ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾ ചിന്തിക്കുക, എന്തുകൊണ്ടായിരിക്കും നമ്മൾ ഈ വെള്ളം, ലിക്വിഡ് പോലെയുള്ള സബ്സ്റ്റൻസ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്ലാസ് ടംബ്ലേഴ്സ് യൂസ് ചെയ്യുന്നത്? ക്ലോത്ത് നമ്മൾ ഉപയോഗിക്കില്ല. അത് എന്തുകൊണ്ടാണ് നമ്മൾ ചിന്തിച്ച് നോക്കുക. നമ്മൾ മെയിനായിട്ടും ഈ ടംബ്ലേഴ്സ് കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് എന്തൊക്കെയാണ്? ഇത് ഗ്ലാസ്, പ്ലാസ്റ്റിക്സ്, അതുപോലെ മെറ്റൽസ്, അല്ലെങ്കിൽ ഈ വെള്ളത്തെ ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന, ലിക്വിഡിനെ ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും മെറ്റീരിയൽസ് കൊണ്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, അത് നിർമ്മിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഒരിക്കലും കുക്കിംഗ് വെസൽസിൽ പേപ്പർ യൂസ് ചെയ്ത് നമ്മൾ ഒരിക്കലും കുക്ക് ചെയ്യാറില്ല. പേപ്പർ മെറ്റീരിയൽസ് യൂസ് ചെയ്ത് കുക്ക് ചെയ്യാറില്ല. അതൊക്കെ നമുക്ക് നോക്കാം. We see then that we choose a material to make an object depending on its property. അതുപോലെ തന്നെ നമ്മൾ ഒരു മെറ്റീരിയൽ, ഇപ്പം എന്തെങ്കിലും ഒരു സാധനം നിർമ്മിക്കാൻ എടുക്കുകയാണെങ്കിൽ നമ്മളതിൻ്റെ പ്രോപ്പർട്ടീസ് നോക്കും, ഇല്ല അതിൽ എന്തൊക്കെ പ്രത്യേകതകളാണുള്ളതെന്ന് നോക്കും. അതുപോലെ ആൻഡ് പർപ്പസ് ഫോർ വിച്ച് ദ ഒബ്ജക്റ്റ് ഈസ് ടു ബി യൂസ്ഡ്, അതെന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് നമ്മൾ, അതിൻ്റെ പർപ്പസ് എന്താണ് നമ്മൾ നോക്കും. സോ വാട്ട് ആർ ഓൾ ദ പ്രോപ്പർട്ടീസ് ഓഫ് മെറ്റീരിയൽ that would be important for their usage? Some properties are discussed here. അപ്പോൾ അതുപോലെ തന്നെ നമ്മളത് യൂസ് ചെയ്യുന്നതിന് മുമ്പ് അതിൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്, അത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, എന്തൊക്കെ പ്രോപ്പർട്ടീസാണ് ഉപയോഗിക്കുമ്പോൾ എന്തൊക്കെ പ്രോപ്പർട്ടീസാണ് ഉള്ളതെന്ന് നമ്മളത് നോക്കും. അങ്ങനെ കുറച്ച് പ്രോപ്പർട്ടീസാണ് നമുക്കിവിടെ പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ്, അപ്പിയറൻസ്. മെറ്റീരിയൽസ് യൂഷ്വലി ലുക്ക് ഡിഫറെൻറ്റ് ഫ്രം ഈച്ച് അതർ. മെറ്റീരിയൽസ് എല്ലാം വ്യത്യസ്തങ്ങളാണ്, ഡിഫറെൻ്റ് ആണ്. വുഡ് ലുക്സ് വെരി ഡിഫറെൻറ്റ് ഫ്രം അയൺ. വുഡ് എന്താണ്, അയണിൽ നിന്നും വളരെ ഡിഫറെൻ്റ് ആണ് വുഡ് എന്ന് പറയുന്നത്. അതുപോലെ അയൺ അപ്പിയേഴ്സ് ഡിഫറെൻറ്റ് ഫ്രം കോപ്പർ ഓർ അലൂമിനിയം. അതുപോലെ തന്നെയാണ് അയൺ എന്താണ്, കോപ്പറിൽ നിന്ന് അലൂമിനിയത്തിൽ നിന്നും ഡിഫറെൻ്റ് ആണ് അയൺ. അറ്റ് ദ സെയിം ടൈം there may be some similarities between iron, copper and aluminum that are not there in wood. അതേ സമയത്ത് എന്താണ്, അയണും കോപ്പറിനും അലൂമിനിയത്തിനും എന്താണ് സെയിം ആയിട്ടുള്ള സിമിലാരിറ്റീസ് ആയിരിക്കും, സാമ്യമായിരിക്കും ഉള്ളത്. വുഡിനെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഇത് മൂന്നിനും എന്താണ് സെയിം ആയിട്ടുള്ള സിമിലാരിറ്റീസ് ആയിരിക്കും ഉള്ളത്. അതിനൊരു ആക്ടിവിറ്റി നോക്കാം. കളക്ട് സ്മോൾ പീസസ് ഓഫ് ഡിഫറെൻറ്റ് മെറ്റീരിയൽസ്: പേപ്പർ, കാർഡ്ബോർഡ്, വുഡ്, copper wire, aluminum sheet, chalk. Do any of these appear shiny? Separate the shiny materials into a group. അപ്പോൾ നമ്മൾ അപ്പിയറൻസിൻ്റെ കാര്യം പറഞ്ഞു. അപ്പോൾ അതിൽ എല്ലാ വസ്തുക്കളും ഡിഫറെൻ്റ് ആണെന്ന് പറഞ്ഞു, ചിലത് സിമിലാരിറ്റി സാമ്യതയുള്ളതുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പെരിമെൻ്റ് ആണ് ചെയ്യുന്നത്. കുറച്ച് മെറ്റീരിയൽസിലുള്ള സാധനങ്ങൾ കളക്ട് ചെയ്യുക, ഒബ്ജക്ട്സ് കളക്ട് ചെയ്യുക. എന്നിട്ട് ഇപ്പം എക്സാമ്പിൾ പേപ്പർ, കാർഡ്ബോർഡ്, വുഡ്, കോപ്പർ വയർ, അലൂമിനിയം ഷീറ്റ്, ചോക്ക്, ഇതുപോലെയുള്ളതൊക്കെ കളക്ട് ചെയ്യുക. എന്നിട്ട് ഇതിൽ ചില ഒബ്ജക്ട്സ് ഷൈനി ആയിരിക്കും, തിളങ്ങുന്നതായിരിക്കും, അവയെ സെപ്പറേറ്റ് ചെയ്യുക. നൗ ഒബ്സർവ് ആസ് ടീച്ചർ കട്ട്സ് ഈച്ച് മെറ്റീരിയൽ ഇൻറ്റു 2 pieces. ലുക്ക് അറ്റ് ദ ഫ്ലഷി cut surface. What do you notice? Does the fleshy cut surface of some of these materials appear shiny? Include these objects also in the group of shiny materials. അപ്പോൾ ഇനി എന്ത് ചെയ്യുക, ഇതിൽ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റുന്ന ഒബ്ജക്ട്സ് ഉണ്ട്. അപ്പോൾ അവയെ എന്ത് ചെയ്യുക, ഒന്ന് 2 pieces ആയിട്ട് കട്ട് ചെയ്യുക. കട്ട് ചെയ്തിട്ട് ആ ഫ്രഷ്ലി കട്ട് സർഫസ്, ഫ്രഷായിട്ട് കട്ട് ചെയ്ത സർഫസും അതിൻ്റെ പഴയ സർഫസും തമ്മിൽ കമ്പയർ ചെയ്യുക. അപ്പോൾ അത് തമ്മിൽ എന്തെങ്കിലും സാമ്യത ഉണ്ടോ എന്ന് നോക്കാം. അങ്ങനെ എന്ത് ചെയ്യുക, ചില മെറ്റീരിയൽസ് അപ്പം ഷൈനി ആയിരിക്കും, ചില മെറ്റീരിയൽസ് ഷൈനി ആയിരിക്കും കുറച്ചുകൂടെ നമ്മൾ ഫ്രഷ്ലി കട്ട് ചെയ്തെടുക്കുമ്പോഴത്തേക്കും.
അതുപോലെ ഡു യു നോട്ടീസ് ദാറ്റ് സച്ച് ഷൈൻ ഓർ ലസ്റ്റർ in the other materials. Cut them away as you can. Repeat this in classroom with many materials as possible and make list of those had without luster. Instead of cutting, you can rub the surface of material with a sandpaper if see it has luster. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ചില മെറ്റീരിയൽസിൽ ഷൈനോ അല്ലെങ്കിൽ എന്താണ് തിളക്കം എന്തെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അപ്പോൾ അവ എന്ത് ചെയ്യുക, നമ്മൾ കട്ട് ചെയ്യുക. അങ്ങനെ വരുന്നത് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുക. അപ്പോൾ നമുക്ക് കട്ട് ചെയ്യുക, ഇത് മെനി മെറ്റീരിയൽസ് വെച്ച് എന്ത് ചെയ്യുക, നിങ്ങൾ കട്ട് ചെയ്ത് നോക്കുക. അതായത് നമ്മൾ ഷൈനി ആയിട്ടുള്ള ഒബ്ജക്ട്സിന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ കട്ടിങ്ങിന് പകരം നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് അതിനെ സാൻഡ് പേപ്പർ യൂസ് ചെയ്ത് റബ്ബ് ചെയ്യുകയോ ചെയ്യാം. Materials that have luster are usually metals. Iron, copper, aluminum, gold are example of metal. അപ്പോൾ നമ്മളിങ്ങനെ റബ്ബ് ചെയ്യുന്ന സമയത്ത് ചില മെറ്റീരിയൽസിൻ്റെ തിളക്കം കൂടി വരും. അപ്പോൾ അങ്ങനെയുള്ള മെറ്റീരിയൽസിനെയാണ് എന്തെന്ന് പറയുന്നത്, മെറ്റൽസ് എന്ന് പറയുന്നത്. ഏതൊക്കെയാണ്? അയൺ, കോപ്പർ, അലൂമിനിയം ആൻഡ് ഗോൾഡ് ആർ എക്സാമ്പിൾസ് ഓഫ് മെറ്റൽസ്. അയൺ, കോപ്പർ, അലൂമിനിയം, ഗോൾഡ് ഇവയൊക്കെ എന്താണ്, മെറ്റൽസിന് എക്സാമ്പിളാണ്. Some metals often lose their shine and appear dull because the action of air and moisture on them. അപ്പോൾ ചില മെറ്റൽസ് എന്ത് ചെയ്യും, എന്താണ്, അതിൽ മോയ്സ്ചറും അതുപോലെ തന്നെ എയറിൻ്റെ ആക്ഷനൊക്കെ കൊണ്ട് അതിൻ്റെ അപ്പിയറൻസ് എന്താണ്, ഡള്ളാകും. We therefore notice the luster only for their freshly cut surface. When you visit an ironsmith or a workshop, look out for freshly cut surface of metal rods to see if they have luster. അപ്പോൾ നമ്മൾ കടയിൽ പോയി ഒരു സാധനം വാങ്ങി നമ്മൾ അതിൻ്റെ തിളക്കം കണ്ടിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വാങ്ങിക്കുന്നത്. പക്ഷെ അത് ഫ്രഷ്ലി കട്ട് ചെയ്ത് നമ്മൾ അതിന് ജസ്റ്റ് സ്ക്രബ് ചെയ്ത് വരുമ്പോഴത്തേക്കും എന്ത് ചെയ്യുന്നു, അതിൻ്റെ ആ തിളക്കം കുറഞ്ഞ് വരുമ്പോഴത്തേക്കും മനസ്സിലാവും. അപ്പോൾ അതിനകത്ത് മോയ്സ്ചറിൻ്റെ കണ്ടൻറ്റോ എയറിൻ്റെ ആക്ഷനോ കൊണ്ടായിരിക്കും അതിനെന്ത് ചെയ്യുന്നത്, ആ തിളക്കം കുറഞ്ഞു വരുന്നത്. നമ്മൾ കടയിൽ പോയി വാങ്ങിക്കുന്നത് ഫ്രഷ്ലി കട്ട് ചെയ്ത് ഫ്രഷ്ലി ആയിട്ടുള്ള നമ്മുടെ വെസൽസ്, അതായത് മെറ്റൽസാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മേടിക്കുന്നത്. നെക്സ്റ്റ്, ഹാർഡ്നെസ്. When you press different materials with your hand, some of them may be hard to compress while the others can be easily compressed. Take a metal key, try to scratch with it. The surface of a piece of wood, aluminum, a piece of stone, a nail, candle, chalk, and any other material or object. You can easily scratch some materials while some cannot be scratched not so easily. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് മെറ്റീരിയൽസ് നമ്മൾ കൈ കൊണ്ട് പ്രസ് ചെയ്യുമ്പം ചിലത് എന്ത് ചെയ്യും, പെട്ടെന്ന് പ്രസ്സാകും, ചിലത് അങ്ങനെ ആകത്തില്ല. അപ്പം അങ്ങനെ കുറച്ച് സാധനങ്ങൾ, മെറ്റൽ കീ, അതുപോലെ തന്നെ ഒരു മെറ്റൽ കീ യൂസ് ചെയ്തിട്ട് വുഡിൻ്റെയും അലൂമിനിയം, പീസ് ഓഫ് സ്റ്റോൺ, നെയിൽ, ക്യാൻഡിൽ, ചോക്ക് അതുപോലെയുള്ള മെറ്റീരിയൽസിൻ്റെയോ ഒബ്ജക്ട്സിൻ്റെയോ പുറത്ത് എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് സ്ക്രബ് ചെയ്ത് നോക്കുക. അപ്പോൾ ചിലതിൽ പെട്ടെന്ന് സ്ക്രാച്ച് വീഴും, ചിലതിൽ പെട്ടെന്ന് വീഴത്തില്ല. അങ്ങനെ ഒത്തിരി ഡിഫറൻസുകളുണ്ട്. മെറ്റീരിയൽസ് വിച്ച് ക്യാൻ ബി കംപ്രസ്ഡ് ഓർ സ്ക്രാച്ച്ഡ് ഈസിലി ആർ കോൾഡ് സോഫ്റ്റ്, വൈൽ സം അതർ മെറ്റീരിയൽസ് വിച്ച് ആർ ഡിഫിക്കൾട്ട് ടു കംപ്രസ് ആർ കോൾഡ് ഹാർഡ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് സ്ക്രാച്ച് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽസിന് സോഫ്റ്റ് മെറ്റീരിയൽസ് എന്നും, പെട്ടെന്ന് സ്ക്രാച്ച് ചെയ്യാൻ പറ്റാത്ത മെറ്റീരിയൽസിന് ഹാർഡ് മെറ്റീരിയൽസ് എന്നും നമ്മൾ പറയും. ഫോർ എക്സാമ്പിൾ, കോട്ടൺ സ്പോഞ്ച് ഈസ് സോഫ്റ്റ് വൈൽ അയൺ ഈസ് ഹാർഡ്. എക്സാമ്പിളായിട്ട് കോട്ടണും അതുപോലെ തന്നെ സ്പോഞ്ചും ഒക്കെ എന്താണ്, സോഫ്റ്റാണ്, പക്ഷേ അയൺ എന്താണ്, ഹാർഡാണ്. നമുക്കത് പ്രസ് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പെട്ടെന്ന് അതങ്ങ് താഴ്ന്നു പോകത്തില്ല. പക്ഷേ നമ്മുടെ കോട്ടണോ സ്പോഞ്ചോ ഒക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാം, വെയ്റ്റ്ലെസ്സുമാണ് അല്ലേ. ഇൻ അപ്പിയറൻസ് മെറ്റീരിയൽസ് ക്യാൻ ഹാവ് different properties like luster, hardness, rough or smooth. Can you think other properties that describe the appearance of a material? അപ്പം മെറ്റീരിയൽസ് നമ്മൾ അപ്പിയറൻസിൽ അവ എന്താണ്, അപ്പിയറൻസിൽ മെറ്റീരിയൽസിൻ്റെ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് ചിലപ്പം തിളക്കമുള്ളതായിരിക്കും, കട്ടിയുള്ളതായിരിക്കും, അല്ലെങ്കിൽ റഫായിരിക്കും, സ്മൂത്തായിരിക്കും. അപ്പം അങ്ങനെ ഒത്തിരി പ്രോപ്പർട്ടീസ് മെറ്റീരിയൽസ് നമുക്ക് അതിൻ്റെ അപ്പിയറൻസ് വെച്ച് നമുക്ക് മനസ്സിലാക്കാം. അപ്പിയറൻസ് കൂടാതെ ആ ഒബ്ജക്ട്സിന് എന്താണ്, അവയ്ക്ക് വേറെയും ചില പ്രോപ്പർട്ടീസ് ഉണ്ട്. അതെന്താണ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം.